പശ്ചിമേഷ്യയിലെ നിലവിലെ യുദ്ധ സാഹചര്യം മുൻനിർത്തിക്കൊണ്ട് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയ ഒരു പരാമർശമുണ്ട്. 2026 മാർച്ച് 23 ലോകസഭയിൽ നടത്തിയ പ്രസംഗത്തിൽ അദ്ദേഹം കോവിഡിനെ ഉദാഹരണമായി ചൂണ്ടിക്കാട്ടി ചില കാര്യങ്ങൾ പറഞ്ഞു. പശ്ചിമേഷ്യയിലെ യുദ്ധം കാരണം ലോകത്തുണ്ടായിരിക്കുന്ന പ്രത്യാഘാതങ്ങൾ ദീർഘകാലം നിലനിൽക്കാൻ സാധ്യതയുണ്ട് എന്നുള്ള ഒരു മുന്നറിയിപ്പാണ് പ്രധാനമന്ത്രി നൽകിയത്. കോവിഡ് മഹാമാരിയുടെ സമയത്ത് രാജ്യം എങ്ങനെ ഒത്തൊരുമയോടെയും കരുതലോടെയും പ്രതിസന്ധിയെ നേരിട്ടോ അതേപോലെ ഈ യുദ്ധം മൂലമുണ്ടാകുന്ന സാമ്പത്തിക സുരക്ഷാ വെല്ലുവിളികളെയും നേരിടാൻ നാം സജ്ജമാകണമെന്നാണ് പ്രധാനമന്ത്രി പറഞ്ഞത്. അപ്പോൾ ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇങ്ങനെ പറയണമെന്നുണ്ടെങ്കിൽ ഒരുപാട് കാരണങ്ങൾ അതിന്റെ പുറകിലുണ്ടാകാം. ഒരുപക്ഷെ ഈ യുദ്ധം ഉടനൊന്നും അവസാനിക്കാൻ സാധ്യതയില്ല എന്നും ചിലപ്പോൾ നീണ്ടുപോയേക്കാമെന്നുമുള്ള കൃത്യമായ ഇന്റലിജൻസ് വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണോ അദ്ദേഹം ഇങ്ങനെ ഒരു കാര്യം കൂടി പറഞ്ഞത് എന്ന് നമുക്ക് സംശയിക്കേണ്ടതായിട്ട് വരും. പ്രധാനമന്ത്രി പറഞ്ഞതിന്റെ ഒരു പ്രധാന കാരണങ്ങളിൽ ഒന്ന് ഈ യുദ്ധം കാരണം ഉണ്ടാകാൻ സാധ്യതയുള്ള ഇന്ധനവില, ചരക്ക് നീക്കം, ഭക്ഷ്യസുരക്ഷ, ഇത് തീർച്ചയായിട്ടും യുദ്ധത്തെ ബാധിക്കാൻ സാധ്യതയുള്ള ചില കാര്യങ്ങളാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു മുൻകരുതൽ എടുക്കേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ വ്യാജ വാർത്തകൾ പ്രചരിപ്പിക്കുന്നതും പ്രചരിക്കപ്പെടാനുള്ള സാധ്യതയും ഒക്കെ നമ്മൾ ജനങ്ങൾ മനസ്സിലാക്കേണ്ടതായിട്ടുമുണ്ട്. പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ യുദ്ധം നാളെ അവസാനിക്കും, മറ്റന്നാൾ അവസാനിക്കും, അല്ലെങ്കിൽ ഒരു മാസം കഴിഞ്ഞ് തീരുമെന്ന് പറയാൻ കഴിയില്ല. ഇത് യുദ്ധമാണ്. റഷ്യ യുക്രൈൻ യുദ്ധം തുടങ്ങിയപ്പോൾ എല്ലാവരും പ്രവചിച്ചു ഒരു മാസം മാക്സിമം. പിന്നെ അത് ഒരു വർഷമായി, ഇപ്പോൾ ആ വർഷങ്ങൾ കുറെ ആയി അല്ലേ. അതുപോലെ തന്നെ തോറ്റുകൊടുക്കാൻ മനസ്സില്ലാത്തൊരു രാജ്യമാണ് ഇറാനും. അതായത് ഉക്രൈൻ എങ്ങനെയാണോ റഷ്യയുമായിട്ടുള്ള യുദ്ധത്തിൽ പിടിച്ചു നിൽക്കുന്നത്, അതുപോലെ ഇറാനും യുദ്ധത്തിൽ കുറെ കാലം കൂടി പിടിച്ചു നിൽക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ യുദ്ധം ചിലപ്പോൾ നീണ്ടുപോയേക്കാം, ചിലപ്പോൾ അപ്രതീക്ഷിതമായിട്ട് പെട്ടെന്ന് അവസാനിക്കുകയും ചെയ്തേക്കാം. ഇത് രണ്ടും നമുക്ക് പ്രവചിക്കാൻ കഴിയില്ല. ഇവിടെ നമ്മുടെ നാട്ടിലെ കുറെ ആളുകൾ ഇറാന്റെ വിജയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ഇറാന്റെ നേട്ടങ്ങളിൽ സന്തോഷിക്കുന്നു. കുറെ പേര് അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും നേട്ടങ്ങളിൽ സന്തോഷിക്കുന്നു, അല്ലെങ്കിൽ അവരുടെ പരാജയങ്ങളിൽ സന്തോഷിക്കുന്നു. ഇതൊക്കെയാണ് നടക്കുന്നത്. പക്ഷേ ഈ യുദ്ധം തീർച്ചയായിട്ടും ലോകത്തൊട്ടാകെ അതിൻ്റെ ആഘാതം ഉണ്ടാവുക തന്നെ ചെയ്യും. ലോകത്തൊട്ടാകെ അതിൻ്റെ പ്രതിസന്ധി, അതുണ്ടാക്കുന്ന പ്രതിസന്ധി നമ്മളൊക്കെ നേരിടേണ്ടതായിട്ട് വരും. കാരണം എണ്ണവില തന്നെയാണ് അതിലൊരു പ്രധാന ഘടകം. പക്ഷെ എന്നിരുന്നാലും ഈ യുദ്ധം ഇങ്ങനെ തുടർന്നു പോയാൽ ആരായിരിക്കും അന്തിമമായിട്ട് ജയിക്കാം? നമ്മുടെ കഴിഞ്ഞ കുറെ കാലത്തെ ചരിത്രം പരിശോധിച്ചാൽ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അമേരിക്ക ഒറ്റയ്ക്ക് ഇറങ്ങി പുറപ്പെട്ട യുദ്ധങ്ങളെല്ലാം പരാജയപ്പെട്ടിട്ടുണ്ട്. അതായത് അഫ്ഗാനിസ്ഥാനിലടക്കം, വിയറ്റ്നാമിലടക്കം അമേരിക്ക പരാജയം രുചിച്ച ഒരു ചരിത്രം നമ്മുടെ മുമ്പിലുണ്ട്. പക്ഷെ ഇവിടെ ഇസ്രായേൽ കൂടി ഉണ്ട് അമേരിക്കയുടെ കൂടെ. ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഇറാൻ ഒരു വലിയ ശക്തിയായിട്ട് നിൽക്കുന്നത് ഇസ്രായേലിന് ഒരിക്കലും ഗുണമല്ല. മറിച്ച് ഇസ്രായേലിന് എന്നും ഒരു തലവേദനയാണ്. ഇസ്രായേലിന് മാത്രമല്ല, ഇറാൻ കൂടുതൽ ശക്തമാവുകയും ഇതേപോലെ നിൽക്കുകയും ചെയ്യുന്നത് ഗൾഫ് രാജ്യങ്ങൾക്കും ഒരു വലിയ ഒരു പ്രതിസന്ധി ഉണ്ടാക്കുമെന്ന് അവർ മനസ്സിലാക്കിയിരിക്കുകയാണ്. ഇപ്പൊ അമേരിക്കയും ഇസ്രായേലും ഇറാനും തമ്മിലുള്ള യുദ്ധത്തിൽ ബലിയാടാക്കപ്പെടുന്ന രാജ്യങ്ങളാണ് ഗൾഫ് രാജ്യങ്ങൾ. അവരിപ്പോ പ്രതികരിക്കുന്നില്ല, തിരിച്ചടിക്കുന്നില്ല, ഒക്കെ ശരിയാണെങ്കിലും കടുത്ത അമർഷം ഗൾഫ് രാജ്യങ്ങൾക്കുണ്ട്. അതുകൊണ്ട് തന്നെ ഇറാന്റെ കാര്യത്തിൽ രണ്ടിലൊന്ന് അറിഞ്ഞിട്ടേ യുദ്ധം നിർത്താവൂ എന്ന് പറയുന്നവരുടെ കൂട്ടത്തിൽ നമ്മുടെ സൗദിയും UAEയും ഒക്കെ ഉണ്ട്. അപ്പൊ ഈ യുദ്ധത്തിൽ ചിലപ്പോ ഗൾഫ് രാജ്യങ്ങൾ പോലും അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും ഒപ്പം നിന്നേക്കാം. സാമ്പത്തികമായിട്ടെങ്കിലും പണം കൊടുത്തെങ്കിലും ഈ യുദ്ധം നീട്ടിക്കൊണ്ടുപോകാൻ ശ്രമിക്കും. കാരണം ഇറാനെ ഇങ്ങനെ നിർത്തിക്കഴിഞ്ഞാൽ നാളെ വീണ്ടും ഇതേ സിറ്റുവേഷൻ ഉണ്ടായിക്കൂടുന്നില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതിനൊരു ശാശ്വത പരിഹാരം വേണമെന്നാണ് ഇസ്രായേലും ഗൾഫ് രാജ്യങ്ങളും ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് ചിലപ്പോൾ ഈ യുദ്ധം നീണ്ടുപോകാൻ ഇടയുണ്ട്. ഒരു പക്ഷേ അമേരിക്കൻ ഇസ്രായേൽ അനുകൂലമായ ഒരു ഭരണകൂടം, അത് നിലവിലെ ഭരണകൂടം സമ്മതിക്കുകയാണെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ പുതിയൊരു ഭരണകൂടം വരുന്നത് വരെ ചിലപ്പോൾ ഈ യുദ്ധം നീണ്ടുപോകാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല. ഈ ഘട്ടത്തിൽ അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും കണക്കുകൂട്ടലുകൾ തെറ്റിച്ചുകൊണ്ട് ഇറാൻ നല്ല രീതിയിൽ തന്നെ തിരിച്ചടിക്കുന്നുണ്ട്, പൊരുതി നിൽക്കുന്നുണ്ട്. പക്ഷേ എത്ര കാലം ഇറാന് ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും എന്നതാണ് ഇതിലെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം. ഇറാൻ ഒരുപാട് കാലം ഇതേപോലെ പൊരുതി നിൽക്കാൻ കഴിയില്ല. മറുഭാഗത്ത് നിൽക്കുന്നത് അമേരിക്കയും ഇസ്രായേലുമാണ്. ഇറാനേക്കാൾ സാമ്പത്തികമായും സൈനികമായും വളരെ മുന്നിൽ നിൽക്കുന്ന ശക്തികളാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവര് തീരുമാനിക്കുകയാണ്, ഇപ്പോൾ അമേരിക്കയും ഇസ്രായേലും തീരുമാനിക്കുകയാണ്, ഇതിൽ രണ്ടിലൊന്ന് അറിഞ്ഞേ ഇത് നിർത്തൂ എന്ന് തീരുമാനിച്ചാൽ ചിലപ്പോൾ ഇന്നത്തെ സാഹചര്യങ്ങൾ നാളെ മാറിക്കൂടാ എന്നില്ല. കുറച്ചുനാൾ മുമ്പ് ഇസ്രായേലിനെതിരായിട്ട് ശക്തമായിട്ട് ഹമാസ് പൊരുതി നിന്നൊരു സമയമുണ്ട്. ആ സമയത്ത് എല്ലാവരും വിധി എഴുതി ഹമാസിനെ പരാജയപ്പെടുത്താൻ ഇസ്രായേലിന് കഴിയില്ല, ഇസ്രായേൽ യുദ്ധത്തിൽ തോറ്റുപോയി എന്ന്. എന്നാൽ പിന്നീട് എന്താണ് സംഭവിച്ചത്? ഗാസയിൽ വലിയ രീതിയിൽ ഒരു വിജയം ഉണ്ടാക്കാൻ, അല്ലെങ്കിൽ മുന്നേറ്റം ഉണ്ടാക്കാൻ ഇസ്രായേലിന് കഴിഞ്ഞു. ഹമാസിനെ വലിയ രീതിയിൽ ഇല്ലാതാക്കാൻ അവർക്ക് അവിടെ കഴിഞ്ഞു. ഇവിടെ ഇറാൻ ഒരു ചെറിയ ശക്തിയൊന്നുമല്ല. കോടിക്കണക്കിന് വരുന്ന ഇറാൻ ജനതയെ
അമേരിക്കയ്ക്കും ഇസ്രയേലിനും ചേർന്ന് കൊന്നുകളയാനൊന്നും പറ്റില്ല. പിന്നെ എന്താണ് അവരുടെ മുമ്പിലെ വഴി? യുദ്ധം പരമാവധി നീട്ടിക്കൊണ്ടുപോവുക, നിലവിലെ ഭരണം നിയന്ത്രിക്കുന്ന ഓരോരുത്തരെയായിട്ട്, അതിന്റെ നേതൃത്വത്തിലുള്ള ഓരോരുത്തരെയായിട്ട് ഇല്ലാതാക്കുക. ഇപ്പോൾ ഏറ്റവും ഒടുവിലായിട്ട് വരുന്ന ഒരു വാർത്ത എന്ന് പറയുന്നത് ഇറാന്റെ IRGC നാവിക കമാൻഡർ കൊല്ലപ്പെട്ടു എന്നാണ്. ഇസ്രയേൽ തന്നെയാണ് ഇത് വ്യക്തമാക്കുന്നത്. ഹോർമുസ് കടലിടുക്ക് അടച്ചതിന്റെ പ്രധാന ഉത്തരവാദിയായിട്ടുള്ള ഉദ്യോഗസ്ഥൻ എന്നാണ് ഇദ്ദേഹത്തെ കുറിച്ച് അറിയപ്പെടുന്നത്. IRGC നാവിക കമാൻഡർ അങ്ങനെ കൊല്ലപ്പെട്ടിരിക്കുകയാണ്. സോ ഇങ്ങനെ ഇറാന്റെ ഉന്നത നേതൃത്വത്തിലുള്ള ഓരോരുത്തരെയായിട്ട് ഇല്ലാതാക്കുക. ഇതേ സമയത്ത് തന്നെ തങ്ങളുടെ ചാര സംഘടനകളെ ഉപയോഗിച്ചുകൊണ്ട് ഇറാനിൽ നിലവിലെ ഭരണകൂടത്തിൽ നിന്ന് തന്നെ ഓരോരുത്തരെയായിട്ട് തങ്ങളുടെ പക്ഷത്തേക്ക് കൊണ്ടുവരിക. എന്നിട്ട് ഒരു ജനകീയ വികാരം, നിലവിലെ ഭരണകൂടത്തിനെതിരായിട്ട് അവിടെയുള്ള ജനങ്ങളെ വീണ്ടും ഇളക്കി വിട്ടുകൊണ്ട് ഒരു ജനകീയ വികാരം ഉണ്ടാക്കി നിലവിലെ ഭരണകൂടത്തെ അട്ടിമറിക്കുകയോ, അതല്ലെങ്കിൽ നിലവിലുള്ള ഭരണകൂടത്തിൽ നിന്ന് തന്നെ ഒരു വിഭാഗത്തെ അടർത്തിയെടുത്ത് അട്ടിമറിയിലൂടെ അധികാരം തങ്ങൾക്ക് അനുകൂലമാക്കി മാറ്റുകയോ ചെയ്യാനുള്ള ഒരു ശ്രമമായിരിക്കും മിക്കവാറും അമേരിക്കയും ഇസ്രയേലും ചേർന്ന് നടത്തുക. അപ്പൊ എത്ര കാലം ഇറാൻ ഇതിനെ പിടിച്ചു നിൽക്കാൻ കഴിയും, ഈ അമേരിക്കയുടെ നീക്കങ്ങളെ തടയാൻ എത്ര നാൾ കഴിയും എന്നതിനെ ആസ്പദമാക്കിയായിരിക്കും കാര്യങ്ങൾ മുന്നോട്ട് പോവുക. എന്തായാലും ഇസ്രയേലും അമേരിക്കയും ഇങ്ങനെ ഒരു യുദ്ധത്തിന് ഇറങ്ങി പുറപ്പെടുമ്പോൾ ചെറുത്തുനിൽപ്പ് പ്രതീക്ഷിക്കാതിരിക്കില്ല. അപ്പൊ അവർക്ക് എന്തായാലും പ്ലാൻ എയും ബിയും സിയും ഒക്കെ കാണും. ആദ്യഘട്ടം നമ്മൾ പരിശോധിക്കുമ്പോൾ അമേരിക്കയും ഇസ്രയേലും ഇത് പ്രതീക്ഷിച്ചോ ഇല്ലേ എന്ന് നമുക്കറിയില്ല. പക്ഷെ എങ്കിലും തീർച്ചയായിട്ടും ഇത്രയൊക്കെ ആക്രമണങ്ങൾ നേരിട്ടിട്ടും ഇറാന്റെ ചെറുത്തുനിൽപ്പ് അസാധ്യമെന്ന് പറയേണ്ടി വരും. ഇറാൻ തീർച്ചയായും ഞെട്ടിക്കുന്നു, ഒരു സംശയവും അതിനകത്തില്ല. ഇസ്രയേലിനും വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കാൻ ഇറാന് കഴിഞ്ഞിട്ടുണ്ട്. മിഡിൽ ഈസ്റ്റിനെ സമ്മർദ്ദത്തിലാക്കാൻ ഇറാന് കഴിഞ്ഞിട്ടുണ്ട്. അമേരിക്കയെ പല ഘട്ടങ്ങളിലും പ്രതിരോധത്തിലാക്കുവാനും അമേരിക്കയുടെ അഭിമാനമെന്ന് പറഞ്ഞ് അവർ കൊണ്ടു നടന്ന അവരുടെ വിമാനവാഹിനി കപ്പലുകളിലും 5ാം തലമുറ യുദ്ധവിമാനങ്ങളിലും അവരുടെ F-15 പോലെയുള്ള ആധുനിക യുദ്ധവിമാനങ്ങൾക്കുമൊക്കെ കാര്യമായ പരിക്കേൽപ്പിക്കാൻ, നാണക്കേടുണ്ടാക്കാൻ ഇറാന് കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ യുദ്ധത്തിന്റെ ആദ്യഘട്ടത്തിൽ ഇറാന്റെ ശക്തമായ തിരിച്ചടിയും പിടിച്ചു നിൽക്കുന്ന ഒരു കാഴ്ചയുമാണ് നമുക്ക് കാണാൻ കഴിയുന്നതെങ്കിൽ അടുത്ത ഘട്ടങ്ങൾ താണ്ടാൻ ഇറാന് കഴിയുമോ? ഇവിടെ അമേരിക്കയുടെയും ഇസ്രയേലിന്റെയും അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ ഇനിയും ഏറെ നാള് യുദ്ധം ചെയ്യാനുള്ള ഒരു ശേഷി അവർക്കുണ്ട്. സാമ്പത്തികമായും സൈനികമായും കണ്ണുരുട്ടിയും ഭീഷണിപ്പെടുത്തിയും ഒക്കെ പതിയെ പതിയെ ട്രംപ് നാറ്റോയെ കൂടെ ഇതിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുകയാണ്. ഓരോരുത്തരായിട്ട്, ഇപ്പൊ ബ്രിട്ടൻ, പിന്നാലെ ഫ്രാൻസ്, ജർമ്മനി, അങ്ങനെ ഓരോരുത്തരായിട്ട് യുദ്ധത്തിന്റെ ഭാഗമാകാൻ തുടങ്ങിയാൽ തന്നെ ഇറാൻ കൂടുതൽ കഷ്ടത്തിലാകുമെന്നതിൽ തർക്കമൊന്നുമില്ല. കാരണം ലോകരാജ്യങ്ങൾക്ക് ഈ യുദ്ധം എത്രയും പെട്ടെന്ന് അവസാനിപ്പിക്കണം. അമേരിക്കയും ഇസ്രയേലും പറയുകയാണ് ഇറാനിലെ ഭരണമാറ്റം ഇല്ലാതെ ഞങ്ങൾ ഈ യുദ്ധം അവസാനിപ്പിക്കില്ല എന്ന് പറഞ്ഞാൽ നാറ്റോയും യൂറോപ്പും ഒക്കെ ചിലപ്പോൾ യുദ്ധത്തിൽ ഭാഗമായിട്ട് ഇറാനെ പെട്ടെന്ന് തന്നെ പരാജയപ്പെടുത്താനുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ പോയേക്കാം. അപ്പൊ ഇപ്പോൾ ഇറാന്റെ ഈ മുന്നേറ്റം കണ്ടുകൊണ്ട് നമുക്ക് ഈ യുദ്ധം പൂർണ്ണമായിട്ടും ഇറാന്റെ കൈകളിലാണ്, അല്ലെങ്കിൽ ഇറാൻ ജയിക്കുമെന്ന് പറയാൻ കഴിയില്ല എന്നാണ് പല പ്രതിരോധ വിദഗ്ധരും അഭിപ്രായപ്പെടുന്നത്. അതുമാത്രമല്ല, അമേരിക്കയുടെയും ഇസ്രയേലിന്റെയും ലക്ഷ്യം നിറവേറ്റാതെ അവർക്ക് എങ്ങനെ ഈ യുദ്ധം അവസാനിപ്പിക്കാൻ കഴിയും? ഇപ്പൊ ട്രംപ് പറയുന്നത് നമ്മൾ നോക്കണം. ട്രംപ് ശരിക്കും വാപോയ കോടാലി പോലെയാണ്, അയാൾ എന്തൊക്കെയോ പറയാണ്. അതേസമയത്ത് അമേരിക്കയിലെ മറ്റ് ഒഫീഷ്യൽസിന്റെയും വിശേഷിച്ച് ഇസ്രയേലിന്റെയും പ്രതികരണങ്ങളെയാണ് നമ്മൾ കൂടുതൽ ഗൗരവത്തോടെ നോക്കേണ്ടത്. ഇസ്രയേലിന്റെ പ്രധാനമന്ത്രിയൊക്കെ പറയുന്നത് യുദ്ധം ഇനിയും നീണ്ടുപോകുമെന്നാണ്. എന്ന് വെച്ചാൽ അവർ എന്തുദ്ദേശത്തോടെയാണോ യുദ്ധം തുടങ്ങിയത് ആ ലക്ഷ്യത്തിലേക്ക് എത്താതെ യുദ്ധം അവസാനിപ്പിക്കില്ല എന്ന ഒരു പ്രതികരണമാണ് ഇസ്രയേലിന്റെ ഭാഗത്തു നിന്നുണ്ടാവുന്നത്. മാത്രമല്ല, അവരവരുടെ ലക്ഷ്യത്തിലേക്ക് പോവുകയുമാണ് ഓരോ രീതിയിലായിട്ട്. അപ്പൊ അങ്ങനെ വരുമ്പോൾ തീർച്ചയായിട്ടും യുദ്ധം നീണ്ടുപോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടായിരിക്കാം കൂടുതൽ മുൻകരുതലും തയ്യാറെടുപ്പും ആവശ്യമുണ്ട് എന്ന് ഇന്ത്യൻ പ്രധാനമന്ത്രി ജനങ്ങളോട് പറഞ്ഞത്. ഈ യുദ്ധം നീണ്ടുപോകാൻ സാധ്യതയുണ്ട്. യുദ്ധത്തിൽ ആര് ജയിക്കുന്നു അല്ലെങ്കിൽ തോൽക്കുന്നു എന്നതല്ല ഇന്ത്യയുടെ വിഷയം. ഈ യുദ്ധം ഇന്ത്യക്ക് ഉണ്ടാക്കാവുന്ന ആഘാതങ്ങൾ, അത് സാമ്പത്തികമായിട്ട്, അതുപോലെ തന്നെ നമുക്ക് ഓൾറെഡി തന്നെ LPGയുടെ ഒക്കെ ഒരു ക്ഷാമം പലയിടങ്ങളിലും ഉണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതിനെ മറികടക്കാൻ ഇന്ത്യക്കാർ തയ്യാറാകണം എന്നാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി പറയുന്നത്. അതായത് അമേരിക്കയുടെയും ഇസ്രയേലിന്റെയും ഉദ്ദേശം എന്താണെന്നും ഇറാന്റെ ഉദ്ദേശം എന്താണെന്നും ഒക്കെ ഇന്ത്യയുടെ ഇന്റലിജൻസിന് കൃത്യമായിട്ട് അറിയാൻ കഴിയും. അവരിതിനെ ചെറുത്തു നിൽക്കാൻ സാധ്യതയുണ്ടോ, എത്ര കാലം അങ്ങനെയെങ്കിൽ യുദ്ധം മുന്നോട്ട് പോകും, അങ്ങനെയെങ്കിൽ യുദ്ധം നീണ്ടുപോകാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും അതിന്റെ മുൻകരുതലുകൾ ഇന്ത്യക്ക് എടുത്തേ മതിയാകൂ. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഘട്ടത്തിൽ നമുക്ക് തോന്നുന്ന ഒരു കാര്യം, ഇറാന്റെ ഒരു ചെറുത്തുനിൽപ്പും ആ ഒരു ധൈര്യവും വീറും വാശിയും കാണുമ്പോൾ ഇറാൻ പെട്ടെന്നൊന്നും കീഴടങ്ങി കൊടുക്കാൻ പോകുന്നില്ല. ഇസ്രയേലിനെ സംബന്ധിച്ചിടത്തോളം ഇറാൻ എന്ന് പറയുന്ന ഒരു പ്രശ്നം അവരുടെ മുമ്പിൽ ഏറ്റവും വലിയ പ്രശ്നമാണ്. ഇറാൻ വീണ്ടും ശക്തമാവുകയാണെങ്കിൽ ഹമാസ് ശക്തമാകും, വീണ്ടും ഹിസ്ബുള്ള ശക്തമാകും, യമനിൽ ഹൂതികൾ ശക്തമാകും, പല മിലിറ്റന്റ് ഗ്രൂപ്പുകളും ശക്തമാകും. അപ്പോൾ വീണ്ടും ഇറാൻ ശക്തമാവുകയാണെങ്കിൽ അത് അവസാനം വീണ്ടും തങ്ങളുടെ തലയ്ക്ക് വരുമെന്ന് കണക്കാക്കുന്ന ഇസ്രയേൽ ഈ യുദ്ധത്തിൽ
നെല്ലും പതിരും വേർതിരിക്കാതെ നിർത്താനുള്ള സാധ്യത വളരെ കുറവാണ്. അല്ലെങ്കിൽ അമേരിക്കയിൽ ഈ യുദ്ധം വലിയൊരു പ്രശ്നമായിട്ട് മാറുകയും പ്രസിഡന്റ് ട്രംപിന് മേൽ വലിയ രീതിയിലുള്ള ഒരു പ്രഷർ ഉണ്ടാവുകയും ട്രംപ് ഇത് നിർത്തിയേ പറ്റൂ എന്ന് തീരുമാനിക്കുകയും ചെയ്യുന്ന ഒരു ഘട്ടം ഉണ്ടായാൽ ചിലപ്പോൾ ഇസ്രയേലിന് വഴങ്ങി കൊടുക്കേണ്ടി വരും. അല്ലാത്തടത്തോളം ഈ യുദ്ധം ഇസ്രയേൽ ഇതിന്റെ ഒരു രണ്ടിലൊന്ന് അറിയുന്നത് വരെ കൊണ്ടുപോകാനാണ് സാധ്യത. എന്ന് വെച്ചാൽ ഇസ്രയേലിനും അമേരിക്കയ്ക്കും അനുകൂലമായൊരു ഭരണകൂടം ഇറാനിൽ വരുന്നത് വരെ ഇത് മുന്നോട്ട് പോകാനുള്ള ഒരു സാധ്യത നിലവിലുണ്ട്. ഇതൊരു സാധ്യതയാണ്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.